ഹായ് നമസ്കാരം എല്ലാവർക്കും എന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. 4 മണിക്ക് ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാം. നല്ലൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അധികം കുഴിയില്ലാത്ത ഒരു പരന്ന ബൗൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്കിതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അധികം താല്പര്യമില്ലാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്തോളൂ കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ളു വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ പകരം ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കവറ് പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തിളപ്പിക്കേണ്ട കാര്യമില്ല. അതല്ല എങ്കിൽ 1/4 കപ്പ് പാൽ തിളപ്പിച്ചാറ്റിയ പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പരന്ന പാൻ ചൂടാവാനായിട്ട് വെക്കാം. നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഒരു ബ്രെഡൊന്ന് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അധിക സമയം ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ ബ്രെഡ് മുക്കി പിടിക്കരുത് കേട്ടോ. മുട്ടയുടെ ബാറ്ററിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് മുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പരന്ന ഒരു പാത്രത്തിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 40-45 സെക്കൻഡ് സമയം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ബ്രെഡിൻ്റെ അടിഭാഗത്ത് നിറച്ച് കുമിളുകൾ വരുന്നില്ലേ, അതിങ്ങനെ ഈർപ്പുള്ളത് കൊണ്ടാണ് നമ്മളിപ്പം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടോ, ആ കുമിളുകളൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വരുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 40-45 സെക്കൻഡ് സമയം വേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു സൈഡും കൂടി നമുക്ക് ഇത്രയും സമയം തന്നെ ഒരു 40-45 സെക്കൻഡ് സമയം തന്നെ ഈ ഒരു സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടിയിടരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും ഒരു 40-45 സെക്കൻഡ് വീതം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് എഗ് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ഈ ബ്രെഡുകളെല്ലാം തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെല്ലാം 4 മണിക്ക് ചായയുടെ കൂടെയാണെങ്കിൽ നമുക്കിത് കഴിക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.